നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വിവിധ കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന ലഹരി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാഷണൽ പബ്ലിക് സ്കൂളും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമവുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ പ്രോഗ്രാമിലാണ് നാഷണൽ പബ്ലിക് സ്കൂളും അണിചേരുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പോലീസിന്റെയോ മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നാം ഓരോരുത്തരും അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടുകാർ ഇതിന് ശക്തമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തിനെതിരെ ഒരു അറുതി വരുത്താൻ കഴിയുകയുള്ളൂ. അതിന് നാം ഈ പ്രദേശത്തുള്ള നാട്ടുകാർ എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഡ്രഗ്സ് മാഫിയകളും അല്ലെങ്കിൽ മറ്റു ലോബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പരിപാടിയിൽ വിളിച്ചത് നാളേക്കാണ്. നിങ്ങളിലൂടെ നാളെ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ആല് കണ്ടില്ലേ, എല്ലാവർക്കും തണൽ കിട്ടുന്നില്ലേ? അന്ന് നട്ടവർ അത് അവർക്ക് വേണ്ടി നട്ടതാണോ? അല്ല, അടുത്ത തലമുറയ്ക്ക് നിങ്ങളിലൂടെ ഈ ഡ്രഗ് യൂസ് ചെയ്യാതെ വരുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിനുമാണ് ഏറ്റവും നല്ലത്. ലഹരി ഉപയോഗിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ കേൾക്കും, പേരൻസ് കേൾക്കും, എല്ലാവരും കേൾക്കും. നിങ്ങളിലൂടെ വേണം അവരും നന്നാവാൻ. അതുകൊണ്ടാണ് നിങ്ങളിൽ ഈ കർത്തവ്യം ഞാൻ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വീട്ടിലുള്ള അച്ഛനും ചേട്ടനും എല്ലാവരും കേൾക്കും. നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ മാതൃകയാക്കി ഈ നാടിന് ഏറ്റവും നല്ല മാതൃകയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളും മക്കളുമായി തീരുക. തീർച്ചയായിട്ടും നാം ഇതിനെതിരെ പ്രതികരിക്കണം, പ്രവർത്തിക്കണം. ഓപ്പറേഷൻ തൂഫാൻ ഓടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഏവർക്കും ഈ ലഹരി വിരുദ്ധ പരിപാടിയിലേക്ക് സഹകരിച്ചു മുന്നേറാം. ഇവിടെ പറഞ്ഞ ഈ മോട്ടോ ബ്രേക്ക് ദി ചെയിൻ, സേ നോ ടു ഡ്രഗ്സ്, സേ ടു ലൈഫ്, അതാണ് ഇവിടുത്തെ മോട്ടോ. അതിനെ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പരിപാടി തുടക്കം മാത്രമാകട്ടെ, ഇതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമായിട്ട് അലയമൺ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എന്ന നിലയിൽ തീർച്ചയായിട്ടും നാഷണൽ പബ്ലിക് സ്കൂളിനോട് സഹകരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. Good morning everybody. Today I'm going to speak about drug abuse. Drug abuse is one of the biggest challenges facing the society today. അബ്ദുൽ കലാം അദ്ദേഹം എഴുതിയ രണ്ട് വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. You cannot change your future, but you can change your habits. But surely your habits can change your future. വളരെ അർത്ഥവത്തായ വരികളാണ്. നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഈശ്വരൻ നമുക്കൊരു ഭാവി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റാൻ നമുക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ വിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ പഴിക്കും. എന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് പഴിക്കും. അതാണ് ആ വരികളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വിധി എന്തായാലും യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ സ്വഭാവം നമുക്കൊന്ന് മാറ്റിയെടുത്താൽ ബട്ട് ഷുവർലി യു ക്യാൻ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ആ സ്വഭാവം, മോശമായ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് മുഖേന നമ്മുടെ ഭാവി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ മഹത്തായ വാക്കുകൾ. ആ വാക്കുകൾ മനസ്സിൽ കുറിക്കണമെന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കരൂരുള്ള നാഷണൽ പബ്ലിക് സ്കൂൾ തുടർന്ന് നടത്തുന്ന ഇതുപോലുള്ള ഉദ്യമ പ്രവർത്തനങ്ങൾക്ക് എന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നല്ലൊരു വിജയമായിട്ട് തീർക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. As students, we should listen our parents, teachers, and choose good friends.
We should engage good activities like playing sports, trying, singing, and helping others. Let us all make a promise today. I will stay away from drugs. I will choose a healthy life. I will help my school, my house, my state, and my country drug-free. The drug abuse is Operation Tufan. The society and the schools can play an important role by educating the young minds about the dangers of drugs. I would like to include a small message. Choose life, not drugs. Choose health, not addiction. Choose hope, not despair. Thank you. അരുതേ ചെങ്ങാതികളെ ലഹരിക്കടിമകളാകരുതേ. Every person has a responsibility to spread awareness and support a drug-free society. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണക്കിരീട്. തിന്മകൾക്ക് ജന്മമേത് നരകദുരിത വഴിയത്. ഒരിക്കലും തൊഴില്ല ഞാൻ ലഹരി. ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ഉപദേശമാണ്. കാവിലാക്കിലെ പാട്ടുകൾ കേട്ടും പേരു കണ്ടും പറന്നു ചെല്ലല്ലേ. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുള്ളോ കടിച്ചു മുറിക്കും. അപ്പോ സുന്ദരമായ മനോഹരമായ ദൃശ്യങ്ങളിൽ ആകൃഷ്ടരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നും പിന്നും നോക്കാതെ അതിലേക്ക് ആകർഷകരാകാറുണ്ട്. പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഭയങ്കരമായ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും അത്തരത്തിലുള്ള അപകടങ്ങൾ ചെന്നപ്പെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന എത്ര രക്ഷകർത്താക്കളുടെ കഥകൾ നിത്യവും നാം പൊതുമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നാം കാണുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ കുട്ടികളും അവർക്ക് പ്രത്യേകമായി വേണ്ടത് കവിതയിൽ പറയുന്ന പോലെ കണ്ണു വേണമെപ്പോഴും കണ്ണു വേണം അണയാത്ത കണ്ണ് കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കുന്നു കണ്ണു വേണം ഇരുപുറമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും അവരേതെങ്കിലും ഇത്തരത്തിലുള്ള അതൊരു സ്റ്റാമ്പിന്റെ രൂപത്തിലോ മിഠായിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനീയത്തിന്റെ രൂപത്തിലോ ഒക്കെ അവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കും. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമ്മുടെ ഓരോ രക്ഷകർത്താക്കളും പൊതുസമൂഹവും ശ്രദ്ധിക്കണം എന്ന് മാത്രം. അങ്ങനെ ഒരു അവബോധമാണ് യഥാർത്ഥത്തിൽ യുവതിയുടെ നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. പ്രത്യേകിച്ച് പുതുതലമുറയിൽ ഈ പ്രശ്നം അതീവ ഗുരുതരമായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പിടിയിൽ തകർന്നു പോവുകയാണ്. അതിനാൽ നാം ഓരോ വിദ്യാർത്ഥികൾ ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകോപിച്ച് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ഈ ഇഷ്യൂക്കൾ നമ്മുടെ സമൂഹത്തിന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. Drama and dance performance of anti പഠിച്ചു വളരേണ്ട പ്രായം, നാളെയുടെ വാഗ്ദാനമാകേണ്ട ബാല്യം. പക്ഷേ ആ കുരുന്നുകളുടെ വഴിയിൽ ഇന്ന് പതിയിരിക്കുന്നത് മിഠായിയുടെ രൂപത്തിൽ ഭരണക്കൂട്ടങ്ങളാണ്. കൊതിപ്പിച്ചു കൊടുക്കുന്ന ഒരു മിഠായി അത് നശിപ്പിക്കുന്നത് ഒരു ആയുസ്സാണ്. Jagadom,
തകിടതോം തകതകിടതോം ദ്രുകുതകിടതിരികിടതോം ജഗദോം തദിം ജഗദോം തദിം ജഗദോം തദിം ജഗദോം തദിം തകദിം തകടം തകമനരിതോം തദോം തനതദിം തദിം ജനു തദിം തദിം തനതദിം തദിം ദിജനി ജനി 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 ജനു തദിം ജനു ജനു ജഗദോം തകടോം തകമുരി ഗുണദോം തകടോം തകമുരി ഗുണാരദിം തദിം തനദോം തകടോം തദിം തനദോം തകടോം തകടോം തകമുരി ഗുണദോം തകടോം തകമുരി ഗുണാരദിം തദിം തനദോം. രക്ഷകനാകേണ്ടവൻ, ജീവൻ കാക്കേണ്ടവൻ. പക്ഷേ ലഹരിയുടെ ചെകുത്താൻ തലയിലേറ്റിയപ്പോൾ അവൻ കൊന്നൊടുക്കിയത് ആരെയാണ്? നമുക്ക് ജീവൻ തരാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരു ഡോക്ടറെ. ലഹരി മനുഷ്യന്റെ വിവേകം കെടുത്തുന്നു, അവനെ മൃഗമാക്കുന്നു, അല്ല മൃഗത്തേക്കാൾ ക്രൂരനാക്കുന്നു. ചോരയിൽ കുതിർന്ന ഈ കത്തിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അജിതിനി നന്ദിനി നന്ദിതവേദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരവിന്ദ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ നരമതിദേക്ഷിതി കണ്ഠകുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യസമർദിനി ശൈലസുതേ സുരവരവർഷിനി ദുർഗദർശിനി ദുർമുഖമർഷിനി ദർശനതേ ത്രിഭുവനപോഷിനി ശങ്കരദോഷിനി കിൽബിഷമോഷിനി ഘോഷദേ ധനുജനി రోషిని ദിതിസുതരോഷിനി ദുർമദശോഷിനി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യസമർദിനി ശൈലസുതേ. സ്വർഗം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. വലിയവന്മാരെ വളർത്താൻ നമ്മൾ വഴിയിൽ രക്തം ചിന്തരുതേ. അവരുടെ വലിയാടുകളായി തെരുവിൽ ഭാവിൽ നിന്നു കൊടുക്കരുതേ. സ്വർഗം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള, ദിശാബോധമുള്ള, നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ജീവിതശൈലി സ്വീകരിക്കുമെന്നും ലഹരിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ എന്റെ സഹായം ഉണ്ടാകുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. ലഹരിയോട് നോ പറയാൻ ഞാൻ എന്നും തയ്യാറാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇനി നമ്മൾ ലഹരി ഉപയോഗിക്കുകയില്ല. ലഹരിയുടെ വ്യാപാരികൾക്ക് ഈ മണ്ണിൽ ഇടമില്ല. നമ്മുടെ സ്കൂൾ, നമ്മുടെ നാട് ലഹരിമുക്ത നാട്. വേണ്ട ലഹരി, വേണം ജീവിതം. ഇവിടെ ഉടനെ ചുവടാൽ പടയായി പൊരുതാൻ തീർന്നോട്ടെ. കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ. ലഹരിക്കെതിരായ വിചേരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ. ഇനി ലഹരി തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ. ബഹുമാന്യരായ എല്ലാവരോടും, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ പേരൻസിനോടും കുട്ടികളോടുമുള്ള സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ കുട്ടികളെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചുകൊള്ളുന്നു.